പ്രേക്ഷകരെ, ഇന്നൊരു സിനിമ ഉണ്ട്, തമിഴ് സിനിമ പരാശക്തി. ജയൻ രവി ഈ വില്ലനായിട്ടും ശിവകാർത്തികേയൻ നായകനായിട്ടും മലയാളത്തിന്റെ ബേസിൽ ജോസഫ് ഗസ്റ്റ് താരമായിട്ടും ഇങ്ങനെ അഭിനയിച്ച പരാശക്തി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. 1965 നടന്ന ഭാഷാ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദി അടിച്ചേൽപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. ഞാനിതിന്റെ റിവ്യൂ ഫസ്റ്റ് പാർട്ടും ബേസിക് പാർട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല ക്ലാസ് ഫിലിമാണ്. ഒരു 6-7 മിനിറ്റ് ലാസ്റ്റ് ക്ലൈമാക്സിൽ നായകനും വില്ലനും കൂടെ അടിക്കുന്ന അടിയിലെ ഒരു ആ സാധനം എടുത്ത് കൂട്ടി ദൂരെ എറിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് നല്ല സ്റ്റൈല ഫിലിമാണ്. എല്ലാവരും, തമിഴ്നാട്ടുകാരല്ല, ലോകത്തുള്ള എല്ലാവരും, ഇന്ത്യക്കാർ മുഴുവനായിട്ട് ഈ പടം തിയേറ്ററിൽ കാണുക. അപ്പൊ ഈ പടം 1965 നടന്ന ഈ വിപ്ലവത്തിലെ 2 സഹോദരന്മാരെ കുറിച്ചുള്ള പടമാണ്, പിന്നെ കഥയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഈ പടമായിട്ട് ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 5 ചോദ്യങ്ങളിൽ ഭാഷ, ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ, അതിന്റെ ഞാൻ ഒരു എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. രണ്ടാമത് മതം പറഞ്ഞ് മതം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അധികാരം പിടിക്കാൻ പാടുണ്ടോ, അത് നമ്മളുടെ എവിടെ കൊണ്ടെത്തിക്കും രാജ്യത്തെ. 2. ഇനി മൂന്നാമത്തെ ചോദ്യം കൂടെ ഞാൻ ഇതിൽ കോട്ട് ചെയ്യണം, കാരണം അത് ഇതിൽ ഉള്ളതാണ്, മതത്തിന്റെ കൂടെ പോണ സാധനമാണ്. ജാതി പറയാൻ അല്ലെങ്കിൽ പിന്തുടരാൻ പാടുണ്ടോ. പ്രിയ പ്രേക്ഷകരെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മതത്തെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങളെ ഇളക്കി വിട്ട് അത് മനസ്സിൽ കുത്തിവയ്പ്പിച്ചിട്ട് അത് വോട്ട് ബാങ്ക് ആയിട്ട് നമ്മൾ വോട്ടാക്കി മാറ്റിയാൽ എന്ത് ചെയ്യും? കാരണം ഈ സിനിമ ഭാഷയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭാഷ ബേസ് ചെയ്താൽ അടുത്തെന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മതത്തെ ബേസ് ചെയ്ത് വോട്ടിടുന്നവർ നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരെയുണ്ട്. നമ്മുടെ നാട്ടിൽ കേരളമല്ല, ഓൾ ഓഫ് ഇന്ത്യ. അത് കേരളത്തിൽ നന്നായിട്ട് വർദ്ധിക്കുന്നു. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഒപ്പം തന്നെ ജാതി സ്പർദ്ധ, ജാതിസ്വവും കൂടെ കയറും. ജാതി ഒരു ഗുണവും ഇല്ലാത്ത, ഒരു ബേസിക് ലോയും ഇല്ലാത്ത, മതത്തിലെ എന്തെങ്കിലും ഒരു പീസിന്റെ കാര്യങ്ങളും പറയാറുണ്ട്, ജാതിയിലെ ഒരു ഉണ്ടാക്കൂല്ല, ഒന്നുമില്ലാത്ത ജാതിയും കൂടെ കയറി വെച്ചിട്ട് ഇത് 2 ബേസ് ചെയ്തത് ഒരു വോട്ട് ബാങ്ക് ആവുകയും ആ വോട്ട് ബാങ്ക് രാജ്യം ഭരിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. പാകിസ്ഥാൻ ഭരിക്കുന്ന ആരാണ്? മതം പാകിസ്ഥാൻ ഭരിച്ചപ്പോൾ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്പർ 1, നമ്മൾ അടുത്തുള്ള രാജ്യത്തിൽ കൂടെ പോകും. നമ്പർ 2, ബംഗ്ലാദേശില് ഇത്രയും ദിവസവും ജനാധിപത്യ ഭരണം എന്ന് പറയുകയും പിൽക്കാലത്ത് തൽക്കാലം ഇപ്പോൾ മതം അവിടെ നന്നായിട്ട് വേരോടുകയും ആ വേരോട്ടം ഓട്ടിക്കാൻ പറ്റുന്നവർ നന്നായിട്ട് ഓടിക്കുകയും ചെയ്തപ്പോ ഇപ്പൊ എന്ത് സംഭവിച്ചു? നമ്പർ 2 കഴിഞ്ഞില്ല. നമുക്കിനി പ്രസംഗത്തെ ഗൾഫിന്റെ ഭാഗത്തോട്ട് പോകാം. പേർഷ്യ, പഴയ പേർഷ്യ, ഇറാനിൽ മതം കത്തുന്നു. മതമാണ് ഭരിക്കുന്നത്. 1935 ശേഷം 60-50-55 വർഷമാണെന്ന് തോന്നുന്നു. അന്നത്തെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചിട്ട് മതം ആളിക്കത്തിച്ചിട്ട് മതപണ്ഡിതന്മാര് അധികാരം പിടിച്ചു. 40-45-50 വർഷമായിട്ട് ഭരിക്കുന്നത്. 70 വർഷം 60 വർഷം കറക്റ്റായി കണക്കറിയില്ല. ഇന്ന് പുതിയ തലമുറ സോഷ്യൽ മീഡിയ വളരുകയും അതനുസരിച്ച് അറിവ് നേടുകയും കൂടുതൽ എഡ്യൂക്കേഷൻ നേടിയപ്പോഴും ഇപ്പോൾ ഇറാനിൽ എന്ത് സംഭവിക്കുന്നു? മതം കഴിഞ്ഞില്ല. ഇനി നമുക്ക് അടുത്തടുത്തോട്ട് പോവാം. ഗാസ, മതം, അവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു? അവിടെ സമാധാനമേ ഇല്ല. യേശുക്രിസ്തുവും മുഹമ്മദ് നബിയോട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ സ്ഥലങ്ങളാണ്. അതിലും നബി ഉള്ള സ്ഥലത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഈ അടുത്ത കാലത്ത് 3500 പേര് അങ്ങോട്ട് പോയി. മറ്റേ എന്താ അവരുടെ തീവ്രവാദ സംഘടനയുടെ പേര് എനിക്ക് മറന്നുപോയി. ജയ്ഷയല്ല, വേറെ ഏതോ. എനിക്ക് ഈ 1,000 എനിക്ക് മെമ്മറി എനിക്കില്ല. നമ്മൾ സ്റ്റഡി ചെയ്ത് ഇവിടെയുള്ളൂ. അവര് പോയി 3500 പേരെ കൊന്നപ്പോ ഇസ്രായേൽ തിരിച്ച് ഇത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 72,000 പേരെ കൊന്നു കഴിഞ്ഞു. ശാമ്പലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മതം എന്ത് സംഭവിക്കുന്നു? ഇനി ജാതിയിലോട്ട് വരാം. ഇന്ത്യയിലെ മുഴുവൻ ജാതികളിലും ഇനി തീർന്നില്ല. മുസ്ലിം രാജ്യങ്ങളിലും 2 ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ ജാതിയില്ല. അതായത് ഒരു വിഭാഗം അവിടുത്തെ കീഴാളനും മറ്റവൻ ടോപ്പുമാണ്. നമ്മളിവിടുത്തെ ബ്രാഹ്മണനും താഴെ എന്നൊക്കെ പറയും പോലെ. എക്സാമ്പിൾ പറഞ്ഞത് ജാതി വളർന്ന ജാതിസം വെച്ച് ഭരിക്കാൻ പോണ സ്ഥലങ്ങളുടെ സ്ഥിതി നോക്കിയേ.
ഈ രാജ്യങ്ങളൊക്കെ, ഈ രാജ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ രാജ്യങ്ങൾ എത്ര കണ്ട് ഡെവലപ്പ് ഗ്രോത്ത് ഉണ്ട്. ഇനി സാമ്പത്തികമായിട്ട് നിങ്ങൾ ഗ്രോത്ത് നേടിയെന്ന് വെച്ചോ, നിങ്ങളുടെ കയ്യിൽ 100 കോടി രൂപയുണ്ട് വീട്ടിൽ, 100 കോടി രൂപ നിങ്ങളുടെ വീട്ടിൽ കൈകാര്യമുണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്, 5 പേർക്ക് അസുഖമാണെങ്കിൽ 100 കോടി കൊണ്ട് കാര്യമുണ്ടോ? ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതേ സ്ഥലത്ത് 100 കോടി രൂപ ഉണ്ട്, നിങ്ങൾക്ക് 5 പേർക്ക് ഒരു അസുഖവുമില്ല. പക്ഷെ ഡെയിലി ഇവിടെ മറ്റു മതക്കാർ നിങ്ങളെ വീട്ടിൽ വന്ന് ആക്രമിക്കാൻ പോകണോ, അല്ലെങ്കിൽ മറ്റു ജാതിക്കാർ നിങ്ങളെ വീട്ടിൽ വന്ന് ആക്രമിച്ച് കൊല്ലാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? പ്രേക്ഷകർ ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ജാതിയുടെ പേരിൽ നമ്മൾ തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. പല കുട്ടികൾ എത്രയോ നാളത്തെ നമ്മളെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ജാതിയൊക്കെ ഒഴിവാക്കി ഇപ്പൊ നമ്മൾ ഒരേ ബെഞ്ചില് എല്ലാ ജാതിക്കാരും ഇരിക്കും. ഞാനിപ്പോ ജാതി പൊളിച്ചൊക്കെ പറയണില്ല, ഭയങ്കരമായിട്ട്. ചില ബ്രാഹ്മണനും ഇരിക്കും, നായരും ഇരിക്കും, ശൂദ്രനും ഇരിക്കും, എല്ലാവരും ഒരു ബെഞ്ച് ഇരുന്ന് സുഹൃത്തുക്കളാണ്. അവരെ നിങ്ങൾ സ്പ്രിഡ് ചെയ്ത് ചോദിക്കുക. സ്കൂളുകളെ ഇതുപോലെ വരും. അത്തരം രീതിയിൽ പിന്നെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ തീവ്രവാദ ചിന്തയുള്ള കുറെ പേര് വളരും. അവരെന്ത് ചെയ്യും? എല്ലായിടും പോകും. നടക്കുന്നില്ലേ ലോകം മൊത്തം? മതം ചെയ്യണില്ലേ? ജാതി ഇപ്പൊ ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും സമാധാനമുണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ ഉള്ളിടത്ത് ഇതിനെയെല്ലാം വെട്ടി നാനാത്വത്തിൽ ഏകത്വം, വ്യത്യസ്തമായ സംസ്കാരം, വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ മതവിഭാഗം, വ്യത്യസ്തമായ ജാതികൾ, ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരു കുടക്കീഴിൽ കെട്ടിപ്പടുത്ത് വച്ചിരിക്കുന്നതാണ് ഇന്ത്യ, ഭാരതം. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിച്ച് അന്ന് വാദിച്ചവരടുത്തൊക്കെ അന്നത്തെ തലയ്ക്ക് ബോധമുള്ളവര് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഹിന്ദുക്കളായിട്ട് തന്നെ നിൽക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. മുസൽമാനായിട്ട് നിൽക്കും, ക്രിസ്ത്യാനായിട്ട് നിൽക്കും, അവിശ്വാസിയായിട്ട് നിൽക്കും, ഇതൊന്നും വിഷയമില്ല. ഇവരെല്ലാരും കൂടെ ചേരുന്ന ഒരൊറ്റ രാജ്യമാണ് നമ്മൾ. നാനാത്വത്തിൽ ഏകത്വം, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഹ്യൂമൻ റൈറ്റ്സ്. ഇവിടെ എന്താ നടക്കണം എന്നുള്ളത് ഞാൻ പറയണില്ല. ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭാരതമാണ് നമ്മൾ. ഇതുകൊണ്ട് മാത്രമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മളടുത്ത് വില ഉണ്ടായിരുന്നത്. നമ്മുടെ 4.5 കോടി പിള്ളേർ ഇവിടെ ഒരു തൊഴിലും ഇല്ലായിരുന്നപ്പോ വിദേശത്ത് പോയിട്ട് അടിസ്ഥാന ശമ്പളം 10 ലക്ഷം മുതൽ ആയിരക്കണക്കിന് കോടി രൂപ വാങ്ങണത്, പലയിടത്തും കമ്പനി തുടങ്ങുന്നത്, ഇന്ത്യൻ ബിസിനസ് മൾട്ടിപ്ലൈ ചെയ്ത്. പഴയകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെ ഇവിടെ ഭരിച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തും പോയി നിൽക്കുന്നത്. ഇതെല്ലാം അങ്ങ് നിൽക്കും. ഇതെല്ലാം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ് ചിന്തിച്ച ബ്രില്യന്റ് മനുഷ്യരോട് ഉണ്ടായതുകൊണ്ടാണ്, നല്ല നേതാക്കൾ ഉണ്ടായതുകൊണ്ടാണ്. പ്രിയ പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കൂ. ഇതൊക്കെ അങ്ങ് മാറുകയും നമ്മൾ ജാതിയും മതവും നമ്മളെ ഭരിച്ചു തുടങ്ങുകയും എന്റെ മതം മാത്രം ഇവിടെ മതിയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പഴയ കാലമല്ല. അന്ന് ഞാൻ പറഞ്ഞില്ല, ഭാഷാടിസ്ഥാനത്തിലുള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജിനെ കുറിച്ച് എന്റെ എപ്പിസോഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും നമ്മളെ സ്പ്രിഡ് ചെയ്യിക്കും. ഹിന്ദുവിനെ ഹിന്ദു, മുസൽമാൻ, അവരവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി ഫണ്ടുകൾ ഒതുക്കി ഇതിനകത്ത് തന്നെ ലഹള ഉണ്ടാകും. നേരത്തെ നമ്മുടെ സംസ്ഥാനങ്ങളെ ഭാഷയുടെ പേരിൽ മാറ്റാൻ ശ്രമിച്ച അവസരം ഒരുക്കി കൊടുത്തെങ്കിൽ നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന അവസരമാണ് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മാറ്റാൻ. ഇനി മതത്തിന്റെ പേരിൽ മാറിയാൽ നമുക്ക് 4-5 മതമായിട്ട് നിൽക്കുമെന്ന് വെക്കാം. പക്ഷെ ജാതിയുടെ പേരിൽ മാറിയാലോ 3800-4500 ജാതി അത്യാവശ്യം ഗ്രിപ്പുള്ളതുണ്ട്. 10,000 കണക്കിന് ജനറൽ ജാതി ഉണ്ട് ഇന്ത്യയിൽ. ഇവരെല്ലാവരും സ്പ്രിഡ് ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുക, അധികാരം പിടിക്കുകയും ചെയ്താണ് നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ. എന്താണ്? കുട്ടിച്ചോറായി പോകും. ഇതൊക്കെ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഇവിടെ ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. നമ്മൾ 150 കോടി ജനം, 10,000 കണക്കിന് ജാതി, 3500 കണക്കിന് മതം, ഇതിൽ അവിശ്വാസികളുണ്ട്. അത് എന്നെ പോലെയുള്ളവർ. എനിക്കൊരു മതത്തിലും വിശ്വാസമില്ല, ജാതി കൺസെപ്റ്റേ എനിക്കില്ല. അത് പക്ഷെ 0.1% എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിങ്ങളുടെ ഇങ്ങനെ പറയാനല്ലേ പറ്റൂ. ഇതിങ്ങനെ സ്പ്രിഡ് ആവും. ഭാരതം എന്ന് പറയുന്നത് 20-25 വർഷത്തിനകത്ത് ഇല്ലാതായി. പഴയ നാട്ടുരാജ്യങ്ങളാണ് ബ്രിട്ടീഷുകാരെ വന്ന് ഒരുമിച്ച് നിർത്തിയിട്ട് പറ്റിച്ചുകൊണ്ട് പോയത്. ഇങ്ങനെ അടിക്കുന്നവരെ പറ്റിക്കാൻ എളുപ്പമാണെന്നാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജാതി മതവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് ഒരു കളി കളിക്കുമോ? നമ്മളെ പറ്റിക്കുക വളരെ ഈസിയാണ്. അതാണ് വികാരം.
ഈ സമയത്ത് ഒരു ജാതി ഒരു മതവും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. ഇത് ഞാൻ ആദിപരാശക്തി സിനിമ പരാശക്തി സിനിമ, സുപ്രീം പവർ. നമുക്കൊരു സുപ്രീം പവർ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കുരുക്ഷേത്രത്തില് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യുമ്പോഴത്തേക്ക്, കൃഷ്ണന് യുദ്ധം ചെയ്യുമ്പോൾ ഒരു വീട് പോലും കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ യുദ്ധത്തിനിറങ്ങിയപ്പോ കൃഷ്ണൻ അവിടെ ഒരേ ജാതിക്കാരെ കണ്ടോ ഒരു മതക്കാരെ കൊണ്ടോ അല്ല യുദ്ധം ചെയ്തത്. വിഭിന്നമായ മതക്കാരും ജാതിക്കാരും ഒത്തുകൂടി. അതുപോലെ തന്നെ എതിർപക്ഷത്തും കൗരവരൊന്നും മോശപ്പെട്ട ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിപ്പിച്ചതാണ്. അതിൽ ചിലര് സ്വാർത്ഥതയുണ്ടായി, അവർക്ക് അവരെ ഒരു സ്ഥലം മാത്രം മതിയെന്ന് തോന്നി. അങ്ങനെ വന്നപ്പോൾ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായതിനു പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുരുക്ഷേത്രത്തെ യുദ്ധത്തെ കുറിച്ചൊക്കെ ഇത്തിരിയൊക്കെ വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാവും. കൃഷ്ണൻ പോലും പിന്നീട് പരാജയപ്പെട്ട ക്ലൈമാക്സ് എല്ലാം പരാജയമാണ്. ഒന്നുമല്ലാതെയാണ് പോണ ലോകം. അത് അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നിന്നു. അങ്ങനെയെങ്കിലും അതൊക്കെ ഒരു ഏരിക്കകത്ത് നിന്ന്. ഇനി അങ്ങനെയല്ല. ഇന്ത്യ ഒരു നാനാ വിധത്തിലുള്ള ആൾക്കാർ താമസിക്കുകയും വളരെ ഫലപുഷ്ടമുള്ള നാടാണെന്ന് ഞാൻ ഓർമ്മിക്കണം. മരുഭൂമിയിൽ അതിൻ്റെതായ കണ്ടന്റ് ഉണ്ട്, നല്ല പച്ചപ്പുള്ളടുത്ത് നല്ല ഓക്സിജൻ ഉണ്ട്, മലകളുള്ളടുത്ത് മറ്റ് കണ്ടന്റ് ഇരിപ്പുണ്ട്. ഇങ്ങനെ പല വിഭവ സമൃദ്ധമായ ഉള്ള നാടാണിത്. നിങ്ങളിപ്പോ നോക്കണം, ഒരു രാജ്യത്തേക്കാരെ പിടിച്ചു വെച്ചിരിക്കണം ചെറിയ കാര്യത്തിന് വേണ്ടി. നമ്മളെ സ്പ്രെഡ് ചെയ്തിട്ട് മറ്റുള്ളവർ മുതലെടുക്കും. പ്രിയ എന്റെ പ്രേക്ഷകരെ സൂക്ഷിക്കുക. പരാശക്തി സിനിമ ഞാൻ കണ്ടു, നല്ല ഫിലിമാണ്. ഈ സിനിമയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് പറയില്ലായിരുന്നു. കാരണം നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ പറഞ്ഞാൽ പിടിച്ച് അറസ്റ്റ് ചെയ്യാം, ജയിലിലിടാം, നാളെ കൊന്നുകളയാം. ഇതൊന്നും എനിക്ക് പേടിയില്ല, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. പിന്നെ എന്തിനും നമ്മൾ ഇത്രയും കാലം ചലച്ചിട്ട് മനസ്സിലാവാത്ത ഈ ജനതയുടെ അടുത്ത് ഇനി ഞാൻ എന്റെ ജീവൻ കൊടുത്ത് ചലച്ചില്ലാതാക്കണതിന്. പിന്നെ ഒരു സിനിമ വന്നപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ അതാണ് പറഞ്ഞത്, ഒരു 20-25 വർഷത്തിനകത്ത് ഞാൻ നോബക്സോളോ പ്രവചിക്കുകയാണ്, അപകടം വരുന്നു, ഇന്ത്യ സ്പ്രെഡ് ചെയ്യിക്കും, അത് കൊടുക്കരുത്. ഇത് നമ്മൾ 150 കോടി ജനം ചങ്ക് പറിച്ചുണ്ടാക്കിയെടുത്ത സ്വാതന്ത്ര്യം, തലയ്ക്ക് ബളുവുള്ള ഉണ്ടാക്കിയ നിയമങ്ങള്, ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങളൊരു മതത്തിന്റെയോ ഒരു ജാതിയുടെയോ ഒരു ഭാഷയുടെയോ പുറകെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാരും ബൗണ്ടറി, നമ്മുടെ വീട്ടിന്റെ ഒക്കെ ബൗണ്ടറി കെട്ടിത്തിരിക്കൂല, അതുപോലെ ബൗണ്ടറിക്കകത്താവും. ആ ബൗണ്ടറിക്കകത്ത് മുതലെടുക്കാൻ പലരും ഉണ്ടാവും. പലരെയും കണ്ണീരിനകത്ത് അതീവ ജാഗ്രതയോടെ അവർ നിൽക്കുകയാണ്. അവസരം ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ നാളെ ഞാൻ അനുഭവിക്കില്ല. ഞാനിനി ഒരു 10 വർഷമൊക്കെ പോയാൽ ഭാഗ്യം. എന്റെ കണക്കൂട്ടിൽ 2-3 വർഷത്തിനകത്ത് ചിലപ്പോൾ ഇനി മരിച്ചു പോകാം, വയ്യാതായിട്ടുണ്ട്. ചിലപ്പോൾ എന്റെ ഒരു കണക്കൂട്ടൽ ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമാണ്. പക്ഷെ എന്റെ അടുത്ത തലമുറ പകുതി കഴിയുമ്പോൾ ഉളുപ്പറിഞ്ഞു തുടങ്ങും. ബോധമില്ലാതെ പഠിപ്പിക്കുന്ന സ്കൂളുകാർക്കും ഞാൻ ഇത് വാണിംഗ് തരാം. പുതിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസമല്ലാതെ കൊടുക്കുന്നത്. പുതിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നുള്ളത് പഴയതുപോലെ നമ്മളെ പഠിപ്പിച്ചൊരു ജോലിക്കാണ് പഠിപ്പിക്കുന്നത്. ഇനി അതിലൊന്നും കാര്യമില്ല. കുട്ടികളെല്ലാം അറിയണം, നമ്മളെ ഹിസ്റ്ററി അറിയണം, നമ്മളെ ചരിത്രം അറിയണം, നമ്മളെങ്ങനെ ഉണ്ടായെന്നറിയണം, ഭാരതം എങ്ങനെ ഒത്തുവന്നെന്നറിയണം. ഇതിനുശേഷം ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മുടെ ഭരണാധികാരികൾ പെട്ട പാടറിയണം. ഇതിനകത്തുള്ള ജാതിക്കളി അറിയണം, മതക്കളി അറിയണം. ഇതെല്ലാം ഫ്രഷായിട്ട് മനസ്സിലാക്കി പുറത്തു വരുന്ന ബ്രില്യന്റ് പിള്ളേരുണ്ടെങ്കിൽ അവർ നാളെ ഇന്ത്യ ഭാരതം വെച്ച് ലോകം ഭരിക്കും. അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കട്ടെ, ഉണ്ടാകട്ടെ. പ്രിയ പ്രേക്ഷകർ എല്ലാവരും പരാശക്തി സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഒരു 8-10 മിനിറ്റ് മാത്രമേ ക്ലൈമാക്സിലോട്ട് പോകുമ്പോഴത്തേക്കും പണം ഇച്ചിരിയെങ്കിലും ഹിസ്റ്ററിന്ന് മാറിപ്പോണുള്ളൂ. ബാക്കി സോ ബ്യൂട്ടിഫുൾ ഫിലിം, നല്ല ക്ലാസിക്കൽ ഫിലിം, ചരിത്രം അറിഞ്ഞിട്ട് പോകണം. അല്ലാതെ വിജയുടെ സിനിമ കാണുമ്പോൾ എന്റർടൈൻമെന്റ് കാണും പോലെയോ, അല്ലെങ്കിൽ പല എന്റർടൈൻമെന്റ് രജനിയുടെ എന്റർടൈൻമെന്റ് സിനിമ കാണും പോലെയൊന്നും ആരും തിയേറ്ററിൽ പോയി സിനിമയ്ക്ക് പോകണ്ട. നല്ല ചരിത്രം അത്യാവശ്യമെങ്കിൽ ശകലം ഇന്റർനെറ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ എടുത്ത് അല്പം അതിന്റെ ചരിത്രം ഒരു 10 മിനിറ്റ് വേണ്ടത് വായിച്ച് റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ആ സ്പിരിറ്റോട് പോയി സിനിമ കാണുക. ഈ സിനിമ എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ചെയ്യണം. 500 കോടി രൂപ കിടക്കട്ടെ. ഞാൻ നോബക്സോളോ 3ാമത്തെ എപ്പിസോഡുമായി ഉടൻ വരുന്നു. ഇതിന്റെ തന്നെ അടുത്ത ചോദ്യമാണ്, സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിവ് പാടുണ്ടോ? സൈനിങ് ഓഫ്, നോബക്സോളോ.